വളരെ നാളായുള്ള എൻ്റെ ഒരു ആഗ്രഹമായിരുന്നു ഒരു ഇന്ത്യൻ കോഫി ഹൗസിൽ നിന്നും ഈ വിധത്തിലൊരു മസാല ദോശ കഴിക്കുക എന്നുള്ളത്. അതുകൊണ്ട് തന്നെ ഞങ്ങൾ വഴിയരികിലുള്ള ഒരു ഇന്ത്യൻ കോഫി ഹൗസിൽ നിന്നും ഈ ഒരു മസാല ദോശയും ഒക്കെ കഴിച്ചു. പക്ഷേ എന്നെ തീർത്തും നിരാശപ്പെടുത്തി ഈ ഒരു മസാല ദോശ. അതെനിക്ക് തീരെ ഇഷ്ടപ്പെട്ടില്ല. ഇന്ത്യൻ കോഫി ഹൗസിലെ പഴയ ആ ഒരു നിലവാരമൊന്നും പുലർത്തുന്നില്ല. ഞാൻ ചോറ്റാനിക്കര ഭഗവതിയെയും തൊഴുത് അവിടെ നിന്നും ഏറ്റുമാനൂരിലേക്കുള്ള യാത്രയിലാണ്. അപ്പോൾ തളിയിൽ മഹാശിവക്ഷേത്രവും കഴിഞ്ഞ് ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾ എറണാകുളം ജില്ലയിൽ നിന്നും കോട്ടയം ജില്ലയിലേക്ക് കടക്കുന്നു. അക്ഷരനഗരി എന്നാണ് കോട്ടയത്തിനെ വിശേഷിപ്പിക്കാറ്. കാരണം ഇവിടെ പണ്ട് ഒരുപാട് പ്രിൻറ്റിംഗ് പ്രസ്സുകളും ഒക്കെ ഉണ്ടായിരുന്നു അതുകൊണ്ടായിരിക്കണം അങ്ങനെ ഒരു പേര് ഈ ഒരു നഗരത്തിന് വന്നത്. ഇപ്പോൾ നമ്മൾ ഏറ്റുമാനൂർ ശിവക്ഷേത്രത്തിലാണ്. ശിവക്ഷേത്രത്തിൻ്റെ മുൻപിലാണ്. നമ്മളുടെ ഇന്നത്തെ ഈ ഒരു ഏറ്റുമാനൂരിലേക്കുള്ള വരവ് അമ്പലം സന്ദർശിക്കൽ അല്ല, മറ്റു ചില ബന്ധുക്കളെ സന്ദർശിക്കുക, ബന്ധുഗൃഹങ്ങൾ സന്ദർശിക്കുക, അവരെയൊക്കെ ഒന്ന് കാണുക. ഇതൊക്കെയാണ് നമ്മളുടെ ഇന്നത്തെ ഏറ്റുമാനൂരിലേക്കുള്ള ആ ഒരു വരവിൻ്റെ ഉദ്ദേശം. അതുമാത്രമല്ല, നമ്മൾക്ക് ഒരുപാട് സമയപരിമിതികളുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ ഏറ്റുമാനൂർ അമ്പലത്തിലോ ഒന്നും കയറാൻ തുനിഞ്ഞില്ല. ഇവിടെ ഇതാ ഇങ്ങനെയും ഒരു ഗേറ്റ്. നമ്മൾക്ക് ഇന്ന് രാവിലെ മുതൽ ഇത്തരം ഗേറ്റുകൾ ഇഷ്ടംപോലെ കിട്ടുന്നുണ്ട്. ഇനി ഇതിലൂടെ ഏതെങ്കിലും വണ്ടി പോയി കഴിഞ്ഞിട്ട് വേണം ഞങ്ങൾക്ക് അപ്പുറത്തേക്ക് കടക്കാൻ. വണ്ടിയൊക്കെ പോയി കഴിഞ്ഞിട്ടും തുറക്കാൻ ഒരുപാട് നേരം വൈകിയിരിക്കുന്നു. അതെല്ലാം എന്താണെന്ന് അറിയില്ല. ഒരുപാട് നേരം കഴിഞ്ഞാണ് ഈ ഗേറ്റെല്ലാം തുറക്കുന്നത്. ഗേറ്റ് പതുക്കെ തുറന്നു. ഞങ്ങളുടെ മുന്നോട്ടുള്ള യാത്രയും തുടരുകയാണ്. വീണ്ടും ഞാൻ ഇന്ത്യൻ കോഫി ഹൗസിലെ കുറച്ച് മസാല ദോശയുടെ ആ ഒരു കാര്യങ്ങളാണ് പറയാൻ പോകുന്നത്. പണ്ടൊക്കെ നല്ല രസമായിരുന്നു ഇന്ത്യൻ കോഫി ഹൗസിലെ ആ ഒരു മസാല ദോശയൊക്കെ. ഇപ്പോൾ ഈ ഒരു ബീട്രൂട്ട് ഇട്ട മസാല ദോശയെ പറ്റി പറഞ്ഞ് അവർ ഇപ്പോൾ ബീട്രൂട്ട് മാത്രമാക്കിയിരിക്കുന്നു. അല്ലാതെ അതിൽ ഉരുളക്കിഴങ്ങോ അങ്ങനെയുള്ള ഒന്നും തന്നെ ഇല്ല എന്നാണ് എനിക്ക് തോന്നിയത്. ഒരു രുചിയും ഉണ്ടായിരുന്നില്ല. ആ വട മാത്രം കുറച്ചൊരു ടേസ്റ്റി ആയിട്ട് തോന്നി. അതേമാതിരി തന്നെയാണ് കോഫിയും പഴയ ആ ഒരു നിലവാരത്തിലൊന്നുമില്ല. അതും തീർത്തും നമ്മളെ നിരാശപ്പെടുത്തി. അത് എടുത്തു പറയേണ്ടിയിരിക്കുന്നു. അപ്പോൾ സ്ഥിരമായി ഇന്ത്യൻ കോഫി ഹൗസിൽ കയറി മസാല ദോശ കഴിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ നമ്മളുടെ കമൻറ്റ് ബോക്സിൽ വന്ന് അറിയിക്കുക. ഇപ്പോൾ നിങ്ങൾ കഴിക്കുന്ന സ്ഥലത്ത് ചിലപ്പോൾ വ്യത്യസ്തമായിരിക്കും അവരുടെ മസാല ദോശ. പക്ഷേ എല്ലാവരുടെയും അവരൊരു ബീട്രൂട്ട്, അതാണ് അവരുടെ ഒരു സ്പെഷ്യാലിറ്റിയും അവരെ ഒന്ന് വേറിട്ട് നിർത്തുന്നതും. പക്ഷേ ഞാൻ കഴിച്ച ഈ സ്ഥലത്തെ ഈ എറണാകുളത്തിൽ നിന്നും ഏറ്റുമാനൂരിലേക്ക് വരുന്ന ആ ഒരു സ്ഥലത്ത് കണ്ട ആ ഒരു ഇന്ത്യൻ കോഫി ഹൗസിലെ ആ ഒരു മസാല ദോശ നല്ലൊരു രസകരമായിട്ടുള്ള വൃത്തിയുള്ള ഒരു റെസ്റ്റോറൻറ്റൊക്കെയാണ്. ഇന്ത്യൻ കോഫി ഹൗസ് ആയിരുന്നു അത്. പക്ഷേ ആ ഒരു ഫുഡ്, ആ ഒരു മസാല ദോശ തീർത്തും നമ്മളെ നിരാശപ്പെടുത്തുന്ന ഒന്നായിരുന്നു. ഏറ്റുമാനൂരുള്ള നമ്മളുടെ പരിപാടിയൊക്കെ കഴിഞ്ഞു. ഇനി നമ്മൾ വീണ്ടും തൃപ്പൂണിത്തറയിലേക്ക്. അപ്പോൾ നമുക്ക് വിശന്നും തുടങ്ങിയിരിക്കുന്നു. ഉച്ചയൂണ് കഴിക്കാൻ നമ്മൾ ഏറ്റുമാനൂരിൽ നിന്നും തൃപ്പൂണിത്തറയിലേക്ക് പോകുന്ന വഴി ഇങ്ങനെയൊരു റെസ്റ്റോറൻറ്റ്, ആർക്കാഡിയ എന്ന് പറയുന്ന ഒരു റെസ്റ്റോറൻറ്റാണ് കണ്ടത്. കണ്ടപ്പോൾ നല്ലൊരു രസം തോന്നി കാഴ്ചയ്ക്ക്. അപ്പോൾ ഇവിടെയാണ് വണ്ടി നിർത്തിയിരിക്കുന്നത്. കോട്ടയം ജില്ലയിൽ തന്നെയാണ് ഈ ഒരു ആർക്കാഡിയ, ഏറ്റുമാനൂരിൽ തന്നെയാണ് ഉള്ളത്. അപ്പോൾ നമ്മൾക്ക് ഉച്ചയൂണ് ഇവിടെ നിന്നാവാം. ഇവിടുത്തെ വിശേഷങ്ങൾ എന്തൊക്കെയാണ്, എങ്ങനെയുണ്ട് ആഹാരം എന്നെല്ലാം തന്നെ നമുക്ക് കാണാം. ഉള്ളിലേക്ക് കയറുമ്പോൾ തന്നെ നമ്മൾക്ക് അറിയാം, നല്ല ഒരു വൃത്തിയുള്ള നല്ലൊരു ആംബിയൻസ്, വൃത്തിയുള്ള ഒരു അന്തരീക്ഷം. സമയവും ഏതാണ്ട് 1:30 അടുത്തിരിക്കുന്നു. അപ്പോൾ നല്ല തിരക്കുണ്ട്. നമ്മൾ ഈ റെസ്റ്റോറൻറ്റിൻ്റെ വാതിൽ തുറന്നാൽ നേരെ കാണുന്നത് ഇത്തരം ഒരു കാഴ്ചയാണ്. ഇന്നത്തെ സ്പെഷ്യൽ എന്ന് പറഞ്ഞ് കുറേയേറെ പോസ്റ്ററുകൾ അവിടെ. ഒരുപാട് മീനുകൾ, തവ ഫ്രൈ ചെയ്തത്, അതേമാതിരി തന്നെ റോസ്റ്റുകൾ, കരിമീൻ പൊള്ളിച്ചത്, അങ്ങനെ കുറേ ഐറ്റത്തിൻ്റെ ബോർഡുകളാണ് കാണാൻ കഴിയുന്നത്. ഇനി അകത്തേക്കൊന്ന് മെല്ലെ നടന്നു നോക്കാം. ഉള്ളിലേക്ക് കയറിയാലും നമ്മൾക്ക് കാഴ്ചക്കാർക്ക് നല്ല ഒരു രസം തരുന്ന വിധത്തിലുള്ള ചുവരിലെ ചിത്രപ്പണികളും എല്ലാം കൊടുത്ത് അലങ്കരിച്ചിട്ടുണ്ട്. എല്ലാം 4 പേർക്ക് ഇരിക്കാൻ പറ്റുന്ന ടേബിളുകളാണ്. അപ്പോൾ ഞങ്ങൾ 5 പേരാണ് ഉള്ളത്. അപ്പോൾ അതിനും ഒരു വഴി കണ്ടെത്തി. അവർ 2 ടേബിളുകൾ ചേർത്തിട്ട് ഞങ്ങൾക്കുള്ള ഇരിപ്പിടം റെഡിയാക്കി തന്നു. ഫ്രണ്ട്സ്, വളരെ വേദനിപ്പിക്കുന്ന ഒരു കാഴ്ചയാണ്. ഒരു മുട്ട അങ്ങനെ തന്നെ ബാക്കി വെച്ചിരിക്കുന്നു. അതേപോലെ കഴിച്ച ബിരിയാണി ഫുള്ളായിട്ടും കഴിക്കാതെ അതും അങ്ങനെ ബാക്കി വെച്ചിരിക്കുന്നു. മുട്ട പുഴുങ്ങിയതിനെല്ലാം എല്ലാവിടെയും ഒരേ ടേസ്റ്റ് തന്നെയായിരിക്കും. അതുകൊണ്ട് അത് ടേസ്റ്റ് ഇല്ലാത്തത് കൊണ്ട് ബാക്കി വെച്ചു എന്ന് പറയുന്നതിൽ ന്യായമില്ല. നമ്മൾക്ക് ആവശ്യമായിട്ടുള്ള ഭക്ഷണങ്ങൾ ഓർഡർ ചെയ്യുക. മുട്ട നിങ്ങൾക്ക് ഇഷ്ടമല്ലായിരുന്നുവെങ്കിൽ നമ്മൾ ഓർഡർ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് മുട്ട ആവശ്യമില്ല എന്ന് പറയാമായിരുന്നു. അപ്പോൾ ഭക്ഷണം കഴിയുന്നതും വേസ്റ്റാക്കി കളയാതിരിക്കാൻ ശ്രമിക്കുക. അപ്പോഴേക്കും ഞങ്ങൾക്ക് കഴിക്കാനുള്ള ആ ഒരു പ്ലേറ്റും ഗ്ലാസുകളും
എല്ലാം വന്നു. നമ്മളപ്പോൾ എല്ലാവരും തന്നെ പറഞ്ഞത് ഫിഷ് കറി മീൽസാണ്. ഈ ഭാഗത്തൊക്കെ വരുമ്പോൾ വെജിറ്റേറിയൻ ഭക്ഷണം കഴിക്കുന്നതിനോട് എനിക്ക് അത്ര വലിയ താല്പര്യമില്ല. നേരത്തെ കൊണ്ടുവച്ച പ്ലേറ്റ് അത് ചോറ് വിളമ്പാനാണ്. അതിൻ്റെ സൈഡിൽ തന്നെ ഇതാ സൈഡ് ഡിഷസിൻ്റെ ഒരു കുറേയേറെ ഐറ്റംസ്. ഒരു മുളകിട്ട മീൻ കറി, മീൻ തോരൻ, മീൻ കറി, തോരൻ, അവിയൽ, ഇതൊരു പച്ചടി, ഇഞ്ചി, മീൻ പീര. നമ്മൾ ഈ 2 മേശകൾ അടുപ്പിച്ച് ഇട്ടിരിക്കുന്നത് കൊണ്ട് വിളമ്പുന്ന ആൾക്ക് നമ്മളുടെ ഓരോരുത്തരുടെയും പ്ലേറ്റിൽ വിളമ്പാൻ കുറച്ച് വിഷമം. അതുകൊണ്ട് ഓരോ പ്ലേറ്റായിട്ട് നമ്മൾ എടുത്തു കൊടുത്തു. അതിലെല്ലാം അദ്ദേഹം ആ ഒരു കുത്തരിച്ചോറ്, എല്ലാവർക്കും കുത്തരിച്ചോറിനോട് തന്നെയായിരുന്നു താല്പര്യം. അപ്പോൾ ആ ഒരു കുത്തരിച്ചോറ് അതിലേക്ക് വിളമ്പി. ഇനി ഇതിൽ ഒഴിച്ച് കഴിക്കാനുള്ള കറികളൊക്കെ വരുന്നതേയുള്ളൂ. പക്ഷേ അതിനു മുൻപ് തന്നെ നമ്മൾക്ക് വിശന്നും തുടങ്ങിയിരിക്കുന്നു. ആ ഒരു ഭക്ഷണം, ആ ഒരു മുളകിട്ട മീൻ കറി കണ്ടിട്ട് നമ്മൾക്ക് ഇരിക്കപ്പുറതിയുമില്ല. അപ്പോൾ അത് കൂട്ടിയൊന്ന് ചെറുതായിട്ടൊന്ന് ടേസ്റ്റ് നോക്കുകയാണ്. അപ്പോൾ ഞാൻ കഴിക്കുന്ന ആ ഒരു രീതി കണ്ട് എൻ്റെ കുട്ടനാടൻ ഫ്രണ്ട്സുകൾ, കുട്ടനാട്ടുകാർ എനിക്ക് പറഞ്ഞു തരികയാണ് അത് ഏത് വിധത്തിലാണ് കഴിക്കേണ്ടത് എന്ന്. അപ്പോൾ ആ മീനിൻ്റെ ചെറിയൊരു കഷ്ണവും കുറച്ച് ചാറുമൊക്കെ എടുത്തിട്ടുള്ള ആദ്യത്തെ 1-2 ഉരുളകൾ തന്നെ നമ്മൾക്ക് വളരെയേറെ ഹൃദ്യമായിട്ടാണ് അനുഭവപ്പെട്ടത്. ഒഴിക്കാനുള്ള കറികളെല്ലാം വരുന്നതേയുള്ളൂ. അതിനു മുമ്പായി തന്നെ നമ്മൾ വീണ്ടും ഒരു സ്പെഷ്യൽ ഐറ്റം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 2 പ്ലേറ്റ് കക്ക ഫ്രൈ കൂടെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതും കൂടെ എത്തണം. ഇനി അതൊഴിക്കും. ചെമ്മീൻ മാങ്ങാക്കറി. ഓക്കെ, ഇതിൽ പുളിശ്ശേരി. വാവ്, അതിലെന്താണ് ഒഴിക്കാൻ പോണത്? അതിലും ചെമ്മീൻ മാങ്ങാക്കറി. അങ്ങനെ നമുക്ക് സാമ്പാറും ഉണ്ട് അല്ലേ? ഇതിൽ പുളിശ്ശേരി. ഇത് നമ്മളുടെ ചെമ്മീൻ ഉണക്ക ചെമ്മീൻ മാങ്ങാക്കറി. ഓ, തേങ്ങാപ്പാല്, അത് തേങ്ങാപ്പാലും കൂടെ ചേർത്തിട്ട സൂപ്പർ. ഇത് മുളക് ചമ്മന്തി അല്ല, ഇഞ്ചിപ്പുളി അല്ല. ഓ, ഇത് ശർക്കരയും വറ്റൽമുളക് വറുത്തിട്ട് അത് അരച്ച് ശർക്കരയും പുളിയും. സൂപ്പർ സൂപ്പർ. ഇത് പൈനാപ്പിൾ പച്ചടി. കപ്പയോ? വെണ്ടയ്ക്ക മെഴുക്ക് വരട്ടിയില്ല. നമ്മളുടെ ആളുകൾ കഴിക്കുന്നത് കണ്ടാൽ അറിയാം, എല്ലാ കറിയും ഒന്നിനൊന്ന് മെച്ചം. ഏതാ എടുത്ത് കഴിക്കേണ്ടതെന്നുള്ളതിന് ഒരു 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 സംശയം മാത്രമേ ഉള്ളൂ. തകർത്തൂല്ലേ? പപ്പടത്തിന്റെ ഭാഗത്തേക്കൊന്നും ആർക്കും അത്ര ശ്രദ്ധയില്ല. ഈ ചോറിൻ്റെ കൂടെ ഒഴിച്ച് കഴിക്കാൻ അവർ 3 തരം കറികളാണ് തന്നത്. ഒന്ന് നമ്മളുടെ സാധാരണ സാമ്പാർ, പിന്നെ ഒരു പുളിശ്ശേരി, പിന്നെ ഒരു ഉണക്ക ചെമ്മീനും മാങ്ങയും ചേർത്ത് ഉണ്ടാക്കിയ, അതിൽ തേങ്ങാപ്പാലാണ് ഒഴിച്ച് ഉണ്ടാക്കിയിരിക്കുന്നത്. ഞാനപ്പോൾ അതാണ് ടേസ്റ്റ് ചെയ്തത് ആദ്യം തന്നെ. അതിനുശേഷം എനിക്ക് വേറെ ഒന്നും ടേസ്റ്റ് ചെയ്യാൻ തോന്നിയില്ല. കാരണം മറ്റ് പലതും ടേസ്റ്റ് ചെയ്താൽ ഈ ഒരു ടേസ്റ്റ് പോയാലോ എന്നുള്ള ഒരു ഭയം കൊണ്ട്. അത്രയ്ക്കും രുചികരമായിരുന്നു ആ ഒരു തേങ്ങാപ്പാലും മാങ്ങയും ചെമ്മീനിൻ്റെ ആ ഒരു ഫ്ലേവറും എല്ലാം കൂടിയിട്ടുള്ള ആ ഒരു കറി. അപ്പോഴേക്കും നമ്മളുടെ ഈ റോസ്റ്റും വന്നു. കക്ക റോസ്റ്റും
വന്നിട്ടുണ്ട്. കക്ക ഫ്രൈ ആണ്. കക്ക ഫ്രൈയും വന്നിരിക്കുന്നു. എല്ലാം തന്നെ രുചികരമായിട്ടുള്ള ഒരു ഭക്ഷണം തന്നെയായിരുന്നു ഈ ഒരു ഹോട്ടലിൽ നിന്നും നമ്മൾ കഴിച്ചത്. കക്ക തവ ഫ്രൈ ആണ്. ഫ്രണ്ട്സ്, ആ കറികളുടെയും മറ്റും അതീവ രുചി കൊണ്ട് തന്നെ നമ്മൾ പതിവിലും കൂടുതൽ തന്നെ ചോറ് വാങ്ങി കഴിക്കുകയാണ്. കാരണം അത്രയ്ക്കും രുചികരമായിട്ടുള്ള ആ ഒരു വിഭവങ്ങളൊക്കെ തന്നെ ആയിരുന്നു. എല്ലാം ഒന്നിനൊന്ന് മെച്ചം. നമ്മളപ്പോൾ ഊണ് കഴിഞ്ഞ് കൈ കഴുകാൻ പോകുമ്പോൾ ഇങ്ങനെയും ഒരു ബോർഡ് കണ്ടു. നേരത്തെ നമ്മൾ മുൻപ് റിസപ്ഷനിൽ കണ്ടത് ചിത്രങ്ങളായിരുന്നുവെങ്കിൽ ഇവിടെ എല്ലാം എഴുതി വച്ചിരിക്കുന്നു. ഇന്നത്തെ ഒരു സ്പെഷ്യൽ എന്ന് പറഞ്ഞ് ഇന്നത്തെ ഒരു ഐറ്റംസ് എല്ലാം ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. എല്ലാ ഐറ്റവും നല്ലതായിരുന്നുവെങ്കിലും എന്നോട് ചോദിച്ചാൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ആ ഒരു ചെമ്മീൻ മാങ്ങാക്കറിയും അതേപോലെ തന്നെ വറ്റൽമുളക് ചുട്ടതും അതിൻ്റെ കൂടെ ശർക്കരയും പുളിയും ചേർത്ത് അരച്ച ആ ഒരു ചമ്മന്തിയും, അതെല്ലാം വളരെ ഹൃദ്യമായിട്ടാണ് എനിക്ക് തോന്നിയത്. ഇനി അല്പം മധുരം വേണമെന്നുണ്ടെങ്കിൽ റിസപ്ഷനിൽ നിങ്ങൾ വന്നു കഴിഞ്ഞാൽ ഈ മാതിരിയുള്ള കടല മുട്ടായി അങ്ങനെ പല സംഭവങ്ങൾ കാണാം. അതിനടുത്ത് തന്നെ നിങ്ങൾക്ക് പാലിൻ്റെ ഒരുപാട് പ്രോഡക്റ്റുകൾ, ഒരുപാട് പാലിൻ്റെ ഐറ്റംസ് എല്ലാം ഇവിടെ മധുരമുള്ള പാനീയങ്ങളാണെന്നാണ് തോന്നുന്നത്, അതെല്ലാം കാണാം. അതിനടുത്ത് തന്നെ ഐസ്ക്രീം കാര്യങ്ങളെല്ലാം ഉണ്ട്. അപ്പോൾ എന്തുകൊണ്ടും നല്ലൊരു ഭക്ഷണം കഴിച്ച, ഉച്ചയൂണ് കഴിച്ച ആ ഒരു ചാരിതാർത്ഥ്യത്തോടെയാണ് നമ്മൾ ഇവിടെ നിന്നും ഇറങ്ങുന്നത്. ഇനി നമ്മളുടെ യാത്ര തൃപ്പൂണിത്തറയിലേക്ക്. നമ്മൾ വന്ന വഴി തന്നെയാണ് തിരിച്ചു പോകുന്നത്. തിരിച്ച് ഇനി തൃപ്പൂണിത്തറയിൽ പോയി അവിടെയും 1-2 വീടുകൾ കൂടെ നമ്മൾക്ക് സന്ദർശിക്കേണ്ടതുണ്ട്. അവിടെയും കൂടെ പോയി നമ്മൾ നാളെയാണ് നമ്മളുടെ പാലക്കാട്ടിലേക്കുള്ള യാത്ര. അപ്പോൾ ഇന്ന് ഈ ഒരു സ്ഥലങ്ങളെല്ലാം ഇപ്പോൾ തന്നെ ഒരുവിധം സമയം ആയിരിക്കുന്നു, 3 മണി കഴിഞ്ഞിരിക്കുന്നു. ഇനി നമ്മൾക്ക് തൃപ്പൂണിത്തറയിൽ പോയി അവിടെയും 1-2 വീടുകളിൽ പോകണം. ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ തൃപ്പൂണിത്തറയിൽ കാണേണ്ടവരെയും കണ്ടു കഴിഞ്ഞിരിക്കുന്നു. ഇനി നമ്മൾ പോകുന്നത് ഇവിടെ അടുത്തൊരു കായൽ തീരമുണ്ട്, അവിടേക്കാണ്. സമയം 5:30 കഴിഞ്ഞിരിക്കുന്നു. ആ ഒരു കായൽ തീരം കൂടെ കണ്ട് അവിടെ അല്പനേരം ചിലവഴിച്ചതിന് ശേഷം ഞങ്ങൾ തിരിച്ച് വീണ്ടും ഉദയംപേരൂരിലേക്ക് തന്നെ പോകും. കായൽ കന്നിയോളങ്ങൾ കൊണ്ടേതോ താളം പിടിക്കും കായൽ. മണൽ പരപ്പിൽ പണ്ടു തുള്ളിക്കളിച്ചു നമ്മൾ, തമ്മിൽ തമ്മിൽ മെയ്യിൽ മെയ്യൊരുമ്മി. കായൽ ആഹാ കന്നിയോളങ്ങൾ കൊണ്ടേതോ വണ്ടർഫുൾ. ഇത് സൂപ്പറായിട്ടോ, ഇത് സൂപ്പറായി. ഈ ഒരു അമ്പലവും ആ ഒരു നല്ലൊരു ആ ഒരു അതിൻ്റെ അടുത്തുള്ള ഒരു കായലും നല്ല രസകരമായ ഒരു അന്തരീക്ഷം. കാർ പാർക്കിംഗ്. നമ്മളെപ്പോലെ തന്നെ കുറച്ച് പേർ ഇവിടെ ഈ ഒരു സംഭവമൊക്കെ ആസ്വദിക്കാനും എല്ലാം വന്നിട്ടുണ്ട്. കുറേ കാറുകളെല്ലാം നിൽക്കുന്നുണ്ട് ഇവിടെ. അപ്പോൾ ഈ സ്ഥലത്തിൻ്റെ ഒരു വിശദീകരണം തരൂ. ഇതേത സ്ഥലം? ആമേട നാഗം. ആ, ഈ അമ്പലത്തിന്റെ പുറകാണ് ഈ കാണുന്നത്. ഈ കായൽ. ആ സ്ഥലത്തിന്റെ പേര് ഇവിടെയോ? ഇത് നമ്മുടെ നടക്കാവ് തന്നെ. നടക്കാവ്. ഉദയംപേരൂരിലുള്ള, എറണാകുളത്തെ ഉദയംപേരൂരിലുള്ള നടക്കാവ് എന്ന് പറയുന്ന സ്ഥലം അല്ലേ? അവിടുത്തെ സ്ഥലത്തിന്റെ നമ്മുടെ എന്തമ്പലം? ആമയുടെ അമ്പലം. ആമയുടെ അമ്പലം എന്ന് പറഞ്ഞാൽ അത് അങ്ങനെ നാഗങ്ങൾ, നാഗങ്ങളുടെ അമ്പലമാണ്, അങ്ങനെയാണ് പേര് അല്ലേ? അപ്പോൾ അതിൻ്റെ ബാക്ക് സൈഡിലുള്ള കായലാണ് ഈ കാണുന്നത്. ഇത് വേമ്പനാട്ട് കായലോ? വേമ്പനാട്ട് കായലാണ്. സൂപ്പറായിട്ടില്ല, നമുക്കൊരു നേരം പോവാനും ഇല്ല, വൈകുന്നേരം സമയങ്ങളിൽ രസകരം. ആ, സൂപ്പർ സൂപ്പർ. ആഹാ, അത് അവിടെ ഒരു സംഭവം
അതൊന്ന് മീൻ പിടിക്കാൻ പോവുക അല്ലേ? ആഹാ, ഇന്ദു മീൻ പിടിക്കണം നോക്ക്. വലയിടുക ശരിക്കും പറഞ്ഞാൽ ഈ സമയത്തൊക്കെ അവിടെ ചെന്നിട്ട് അകത്തേക്ക് ഇറങ്ങും, വെള്ളത്തിലേക്ക് ഇറങ്ങാം ചില ആളുകള് നേരം പോകാനെല്ലാം വന്നിരിക്കുന്ന നല്ല രസകരമായിട്ടുള്ള ഒരു അന്തരീക്ഷം. ആ സൈഡായിരിക്കും, അങ്ങോട്ടുള്ള സൈഡിലെവിടെയോ ആണ്. അതിൻ്റെ ഏതോ ഭാഗത്തുള്ള ഏതോ സ്ഥലത്തായിരുന്നു നമ്മൾ ഇന്നലെ ഭക്ഷണം കഴിക്കാൻ ഇരുന്നത്. ആ സ്വർഗം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു റെസ്റ്റോറൻറ്റ്, അവിടെയായിരുന്നു നമ്മൾ ഇന്നലത്തെ രാത്രിത്തെ ഭക്ഷണം കഴിച്ചത്. അപ്പോൾ നമ്മൾ കൊച്ചിയിലത്തെ ഏറെക്കുറെ കാഴ്ചകൾ കണ്ടു കഴിഞ്ഞു. അപ്പോൾ നമ്മളുടെ ആഷിക്ക് ഇങ്ങനെ കറങ്ങി നടക്കുന്നുണ്ട്. നേരം ഇരുട്ടി തുടങ്ങുന്നു, നമ്മൾക്കും പോകേണ്ടതുണ്ട്. ഇനി പോയി നാളേക്കുള്ള പരിപാടികളെല്ലാം നാളെയും രാവിലെ നേരത്തെയാണ് നമ്മൾക്ക് പോകേണ്ടത് പാലക്കാട്ടിലേക്ക്. അതുകൊണ്ട് നമ്മൾ ഇവിടെ നിന്നും ഈ ഒരു സ്ഥലത്തു നിന്നും തിരിച്ചുള്ള യാത്ര തുടരുകയാണ്. ഫ്രണ്ട്സ്, ഇവിടെയുള്ള ഈ നാഗങ്ങളുടെ ഈ ഒരു അമ്പലത്തിൻ്റെ ഉള്ളിലെ കാഴ്ചകളും ഒക്കെ തന്നെ മനോഹരങ്ങളാണ് എന്നാണ്. അവിടെ ഒരു പശുക്കളെ വളർത്തുന്ന ഒരു ഗോശാലയൊക്കെ ഉണ്ട് എന്നെല്ലാമാണ് അറിയാൻ കഴിഞ്ഞത്. അതെല്ലാം നമ്മൾക്ക് പിന്നീട് ഒരിക്കൽ ചിത്രീകരിക്കാം. ഇപ്പോൾ അതിന് സമയമില്ല, സമയം ഒരുപാട് വൈകിയിരിക്കുന്നു. നമ്മൾക്കും നേരത്തെ വീട്ടിലെത്തേണ്ടതുണ്ട്. പോകുമ്പോഴാണ് നമ്മൾ ഇത് ശ്രദ്ധിച്ചത്, വലിയൊരു നാഗത്തിൻ്റെ രൂപം. രാവിലെ 7 മണിക്ക് തൃപ്പൂണിത്തറയിൽ നിന്നും ഉദയംപേരൂരിൽ നിന്നും തുടങ്ങിയ ഞങ്ങളുടെ യാത്ര ഏകദേശം അതേ ഒരു സമയം വൈകുന്നേരം 7 മണിയോടുകൂടി തന്നെ അവസാനിക്കാൻ പോവുകയാണ്. 6:45 സമയമായിരിക്കുന്നു. പോകുന്ന വഴി നമ്മൾ രാവിലെ കണ്ട അതേ മൈതാനം, പക്ഷേ ഇപ്പോൾ ഫുട്ബോളല്ല, ഇവിടെ ക്രിക്കറ്റ് കളിയാണ് ഇപ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത്. രാത്രി വീട്ടിലെത്തി ഉറക്കം കഴിഞ്ഞ് അതിരാവിലെ തന്നെ ഞങ്ങൾ എഴുന്നേറ്റ് റെഡിയായി 7-7:15 തൃപ്പൂണിത്തറ റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിരിക്കുകയാണ്. ഇവിടെ നിന്നും നമ്മൾക്ക് തൂത്തുക്കുടിയിൽ നിന്നും പാലക്കാട് വരെ പോകുന്ന ആ ഒരു പാലരുവി എക്സ്പ്രസ്സാണ് നമ്മൾക്ക് പിടിക്കേണ്ടത്. 7:50 ട്രെയിനിൻ്റെ സമയം. തൃപ്പൂണിത്തുറ റെയിൽവേ സ്റ്റേഷൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് തൃപ്പൂണിത്തറ മെട്രോ സ്റ്റേഷനുമുള്ളത്, വളരെ അടുത്ത്. ഫ്രണ്ട്സ്, അപ്പോൾ 2 ദിവസങ്ങളിലായി എറണാകുളത്തും തൃപ്പൂണിത്തറയിലും ഏറ്റുമാനൂരും ഒക്കെ നമ്മൾ കണ്ട വിശേഷങ്ങൾ, നമ്മൾ കണ്ട കാഴ്ചകൾ നമ്മളുടെ പ്രേക്ഷകരുമായി പങ്കുവയ്ക്കുക എന്നുള്ളതായിരുന്നു നമ്മളുടെ ഈ ഒരു വീഡിയോൻ്റെ ഉദ്ദേശം. നമ്മളുടെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. നമ്മളുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ഇതൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, എല്ലാവരും തന്നെ ഇതൊന്ന് ലൈക്ക് ചെയ്യുക, എല്ലാവരും തന്നെ ഷെയർ ചെയ്ത് മറ്റുള്ളവരിലേക്ക് കൂടെ എത്തിക്കുക. അടുത്ത ഒരു വീഡിയോയുമായിട്ട് വരുന്നതായിരിക്കും. ബൈ, എൻജോയ്.